നമ്മുടെ പെൻഡസ് പൂക്കൾ വീണ്ടും ഉഷാറായിട്ട് വരാൻ തുടങ്ങി. ഇത് റെഡ് കളറിലൊരു പെൻഡസ് ആട്ടോ, നല്ല ഭംഗിയാണ്. തെറ്റി പോലൊക്കെ തോന്നുമെങ്കിലും ഇത് തെറ്റിയുടെ ഏതോ ഒരു ബന്ധത്തിലുള്ള പൂവാണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയാണ് ഇവളെ കാണാനായിട്ട്. മഴയൊക്കെ പോയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഉദിച്ച് വരിക. ഇവൾ ഒരു കാലത്ത് ശരിക്കും നിറഞ്ഞു നിന്ന് പിടിച്ചവളാണ്. പക്ഷേ ഇപ്പോൾ എന്തോ മഴയൊക്കെ തുടർച്ചയായിട്ട് വന്നപ്പോൾ ഇവൾക്ക് ഭയങ്കര അസ്വസ്ഥത പോലെയാണ്. ഇപ്പം വളരെ കുറച്ചിങ്ങനെ പൂക്കുന്നേ ഉള്ളൂ. മറ്റേത് നിറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇച്ചിരി കുറഞ്ഞു. എന്നാലും നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിയും. ഇവളാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ. ഒരു ലാവൻഡർ കളർ പൂവ്. നല്ല രസമാണ്, ഒരു ഇളം കളറാണ്, നല്ല സുന്ദരിയാണ്. ഇവൾക്ക് മഴയൊന്നും ഒരു പ്രശ്നമല്ല. തകർത്ത മഴയായാലും കനത്ത വെയിലായാലും ഇവളിങ്ങനെ പുഞ്ചിരിച്ച് വിടർന്ന് നിൽക്കും. എന്താ ഭംഗി ഇവളെ കാണാനായിട്ടല്ലേ. ഇവളുടായ്പ, ഇവൾ റോസി. ഇവൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവൾക്ക് വളരാൻ ഭയങ്കര പാടാണ്. വിരിഞ്ഞു നിന്ന ഭംഗിയാണ്, പക്ഷേ ഇവളൊട്ട് വിരിയത്തില്ല. എനിക്കിഷ്ടമാണ്, നല്ലൊരു കളറാണ്. ഇത് കണ്ടോ, ഇത് വൈറ്റി. ഈ വൈറ്റി ഉണ്ടല്ലോ, വിരിഞ്ഞ് കിട്ടിയാൽ പിന്നെ എൻ്റെ പൊന്നെ എന്നാ ഭംഗിയാണെന്നറിയാമോ. അല്ലെങ്കിലും വെള്ള നിറത്തിനൊരു പ്രത്യേക ഭംഗിയല്ലേ. നല്ല രസമാണ് വൈറ്റീനെ കാണാനായിട്ട്. കണ്ടോ, ഇതേണ്ട പിങ്കി, നമ്മുടെ വൈറ്റി പോലെ തോന്നുന്ന ഒരു പിങ്കി കുട്ടിയാണ് ഇവൾ. ഒരു മടിയുമില്ല. തകർത്ത് പെയ്യുന്ന മഴയിലും ഇവൾ ഒറ്റ നിർത്തി നിറഞ്ഞ് അങ്ങ് നിന്നു. നല്ല രസമല്ലേ പിങ്കി മോളെ കാണാൻ. ഇത് പുതിയൊരു കുട്ടിയാട്ടോ, ഇതുവരെ വിരിയാതെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിരിഞ്ഞ് വന്നൊരു സുന്ദരി പെങ്കൊച്ച. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഇവളെ കേട്ടോ. നല്ല സുന്ദരിയാണേ, നല്ല ക്യൂട്ടാണ്. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല, 3-4 കൊല പൂക്കൾ ഒരുമിച്ച് നിന്നാൽ ഇവളെ തോപ്പിക്കാൻ ആരും കാണില്ല. പിന്നെ 2-3 പെൻഡസൊന്നും വിരിഞ്ഞിട്ടില്ല, അവർക്ക് മഴ പിടിച്ചില്ല എന്ന് തോന്നുന്നു. ബാക്കി പെൻഡസും കൂടി വിരിയുമ്പോൾ നമുക്ക്